ഹലോ ഗൈസ്, എന്തൊക്കെ നിങ്ങൾ യക്ഷിക്കഥകൾ കേട്ടിട്ടുണ്ടോ? യക്ഷിക്കഥകൾ കേൾക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിലനിന്നിരുന്നൊരു സമ്പ്രദായമായിരുന്നു യക്ഷിക്കഥകൾ. നമ്മളെ മുത്തശ്ശിമാരൊക്കെ നമുക്കത് പേടിയോടുകൂടിയും നമ്മളത് ആകാംക്ഷയോടുകൂടിയും കേട്ടിരുന്നതാണ് ഈ യക്ഷിക്കഥകൾ. കേരളത്തിൻ്റെ നാട്ടിൻപുറങ്ങളിലെ കഥകളിലും വിശ്വാസങ്ങളിലും ഏറെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമാണ് യക്ഷി. പഴയ കാലങ്ങളിൽ ഗ്രാമങ്ങളിലും കാടുകളിലും ജീവിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിൽ നിരവധി അതിഭൗതിക കഥകൾ പ്രചരിച്ചിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു യക്ഷിയെക്കുറിച്ചുള്ള കഥകൾ. സാധാരണയായി വെള്ളസാരി ധരിച്ച സുന്ദരിയായ സ്ത്രീയായി നീണ്ട മുടിയുമായി രാത്രിയിൽ ഒറ്റപ്പെട്ട വഴികളിലും വലിയ മരങ്ങളുടെ സമീപത്തും പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാളായി യക്ഷിയെ വിവരണം ചെയ്യാറുണ്ട്. പല കഥകളിലും അവൾ മനുഷ്യരെ വശീകരിച്ച് നശിപ്പിക്കുന്ന ഒരു ആത്മാവായി പറയപ്പെടുന്നു. യക്ഷിയെക്കുറിച്ചുള്ള കഥകൾ കേരളത്തിൻ്റെ ജനകീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. നാട്ടുപുറങ്ങളിലെ കഥാപ്രസംഗങ്ങളിലും പഴയരുടെ അനുഭവ കഥകളിലും ഇത് ഇടം പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാടുകളും പഴയ വഴികളും നിറഞ്ഞ പ്രദേശങ്ങളിൽ യക്ഷിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ കൂടുതലായിരുന്നു. ആളുകൾ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കഥകൾ ഭയം സൃഷ്ടിക്കുകയും ജാഗ്രത പുലർത്താൻ സഹായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശാസ്ത്രീയമായി കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ യക്ഷിയുടെ യാഥാർത്ഥ്യത്തെ തെളിയിക്കുന്ന ഉറച്ച തെളിവുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പല ഗവേഷകരും യക്ഷിക്കഥകൾ മനുഷ്യരുടെ ഭയം, സാങ്കല്പിക ശക്തി, സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവ ചേർന്നുണ്ടായ കഥകളാണെന്ന് അഭിപ്രായപ്പെടുന്നു. പഴയ കാലങ്ങളിൽ വൈദ്യുതി സൗകര്യങ്ങളോ വെളിച്ചമോ ഇല്ലാത്ത സമയത്ത് ഇരുട്ടും ഒറ്റപ്പെട്ട സ്ഥലങ്ങളും ആളുകൾ ഭയം സൃഷ്ടിച്ചിരുന്നു. ആ ഭയങ്ങളിൽ നിന്നാണ് ഇത്തരം അതിഭൗതിക കഥകൾ രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. കൂടാതെ സമൂഹത്തിൽ ചില ശീലങ്ങളും നിയന്ത്രണങ്ങളും നിലനിർത്താൻ ഇത്തരം കഥകൾ ഉപയോഗപ്പെട്ടിരുന്നുവെന്നും ചിലർ പറയുന്നു. ഉദാഹരണത്തിന്, രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തു പോകാതിരിക്കാനും അപകടകരമായ കാടുകളിലേക്ക് വഴികളിലേക്ക് പോകാതിരിക്കാനും മുതിർന്നവർ കുട്ടികൾക്കും യുവാക്കൾക്കും യക്ഷിക്കഥകൾ പറഞ്ഞിരുന്നു. ഇതുവഴി ഒരു സാമൂഹിക മുന്നറിയിപ്പായും ഈ കഥകൾ പ്രവർത്തിച്ചു. അതേസമയം ഇന്നും ചിലർ യക്ഷിയുടെയും ആത്മാവിൻ്റെയും സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിലർക്ക് ഉണ്ടായ അസാധാരണ അനുഭവങ്ങൾ, കേട്ടുകേൾവികൾ, നാട്ടിലെ പഴയ കഥകൾ എന്നിവ അവരുടെ വിശ്വാസത്തെ ശക്തമാക്കുന്നു. വിശ്വാസവും അനുഭവവും തമ്മിലുള്ള ഈ ബന്ധം കാരണം യക്ഷി എന്ന ആശയം ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നു. അവസാനമായി പറയുമ്പോൾ, യക്ഷിയുടെ യാഥാർത്ഥ്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത് കേരളത്തിൻ്റെ ജനകീയ സംസ്കാരത്തിലും കഥകളിലും ഒരു പ്രധാന സ്ഥാനമുണ്ട്. യക്ഷിക്കഥകൾ മനുഷ്യരുടെയും ഭയം, വിശ്വാസം, സംസ്കാരം എന്നിവ പ്രതിഫലിപ്പിക്കുന്നതാണ്. അതിനാൽ യക്ഷി ഒരു യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതിനേക്കാൾ ഇത് നമ്മുടെ സംസ്കാരത്തിൽ സൃഷ്ടിച്ച സ്വാധീനം മനസ്സിലാക്കുന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് യക്ഷി, ഒടിയൻ, മറുത, ചാത്തനേറ് തുടങ്ങിയവ. ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ അത് ഉപയോഗപ്പെടുത്തി ആളുകൾ ജനങ്ങളെ പേടിപ്പിക്കാനും ഒക്കെ, അല്ലെങ്കിൽ വീടുകളിലേക്ക് ചാത്തനേറ് എന്ന് പറഞ്ഞ് കല്ലെറിയാനൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഒടിയനെ പിടിക്കുകയും ഒടിയനെ അടിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ശാപം ഏറ്റുവാങ്ങിയ കുടുംബങ്ങളുടെ കഥയൊക്കെ കേട്ട് വളർന്നിട്ടുണ്ട് നമ്മൾ. അതേപോലെ പോക്കുവരവുകൾ, വീടിൻ്റെ സ്ഥാനം തെറ്റിയാൽ, അല്ലെങ്കിൽ പഴയ അടച്ചിട്ട വീടുകളിലൊക്കെ ഇത്തരം ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരം നെഗറ്റീവ് എനർജികളുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യനെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കഥകളാണ്. ഇതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്നവരും അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവരുമുണ്ട്. എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ യക്ഷിയെ കണ്ടിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക്